മറയൂർ പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് നെല്ലിപ്പട്ടിക്കുടികളിലെ പ്രദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ജില്ലാ സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. മറയൂർ LP സ്കൂളിലാണ് ഇവർക്ക് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. 21 കുടുംബങ്ങളെയാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. 29 കുടുംബങ്ങളുള്ള നെല്ലിപ്പട്ടിക്കുടിയിൽ 17 കുടുംബങ്ങളാണ് ക്യാമ്പിൽ തുടരുന്നത്. മറ്റുള്ളവർ ബന്ധുവീട്ടിലേക്കും മാറി താമസിച്ചു. മറയൂർ ഗ്രാമപഞ്ചായത്തിലെ മൊത്തം 27 ഫാമിലീസ് അപകടാവസ്ഥയിലുള്ള നിലമയാൾക്ക് അവരുടെ അടിയന്തരമായി ക്യാമ്പിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ വീടുകൾ മാറണമെന്ന് നിർദ്ദേശം അനുസരിച്ച് അതിൻ്റെ അടിപ്പടയിൽ നെല്ലിപ്പട്ടിക്കുടിയിൽ ഒരു 21 ഫാമിലീസും മേലാടിയിൽ ഒരു 3 ഫാമിലിയും അതുപോലെ കരിമ്പട്ടി ഭാഗത്ത് ഒരു 4 ഫാമിലി മാത്രം കൊണ്ടിരുന്നാണ്. അപ്പോൾ നേരത്തെ നെല്ലിപ്പട്ടിക്കുടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തും ഫോറസ്റ്റും റവന്യൂ വകുപ്പും എല്ലാം പോയി മീറ്റിംഗ് കൂടണപ്പോൾ അവർക്ക് നിജസ്ഥിതി അന്വേഷിച്ച് பார்த்தപ്പോൾ അത് അപകടാവസ്ഥയിലുള്ള കാര്യമായിട്ട് இருந்தது. അപ്പോൾ அவங்க கூட நாங்கள் காரியங்கள் சொன்னது என்னென்னா, ஒன்று நீங்கள் பெந்துக்கள் நீங்கள் வீட்டில் மாறணும், இல்லாட்டா நமக்கு கேம்பு LP ஸ்கூலில் தொடங்கும், நீங்கள் வரணும்னு சொல்லியிருந்தோம். அதனுடைய அடிസ്ഥാനத்தில் இப்போ 21 ஃபேமிலிஸ்லேருந்து மொத்தம் 17 ஃபேமிலி இங்கே வந்திருக்காங்க. மொத்தம் 29 பேர் இப்போ வந்திருக்காங்க. அவங்களுடைய காரியம் இப்போ எல்லா காரியங்களும் நம்ம செஞ்சிட்ருக்கோம். அதாவது இப்போ நம்ம தாசில்தார்கிட்ட பேசிட்டோம், அதுபோல் கலெக்டர் ஆஃபீஸில் பேசிட்டோம். அதுபோல் കാര്യങ്ങളും செஞ்சுட்டு இருக்கும்போது ഇപ്പോൾ മറയൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ റവന്യൂ വകുപ്പും ഫോറസ്റ്റും അതുപോലെ ട്രൈബൽ ഓഫീസുകളും ചേർന്നാക്കി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവർക്കുള്ള ആവശ്യമായ കാര്യങ്ങളെല്ലാം நம்ம பஞ்சாயத்தும் ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിൽ ഉൾപ്പെടുത്തി வரக்கூடிய എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ല സഹകരിக்கிறாங்க. അതുപോലെ கொஞ்சம் வாலண்டியர்ஸ்லாம் வந்திருக்காங்க, அவங்களும் நல்ல முறையில் சகரிச்சிட்டு இருக்காங்க. இப்போ மழை மாறுற முறைக்கு மறுபடியும் இந்த வித்தியாസം വന്നത് വரைக்கும் நம்ம ഇങ്ങനെ LP സ്കൂളിൽ ക്യാമ്പിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം മറയൂർ മേഖലയിൽ പെയ്യുന്ന ശക്തമായ മഴയാണ് ഈ മേഖലയിലെല്ലാം പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെല്ലിപ്പട്ടിക്കുടി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ 26ഓളം ആളുകളുടെ ലിസ്റ്റ് ജില്ലാ ഭരണകൂടം പഞ്ചായത്തിനെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെയും അയച്ചു തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ കുടികളിൽ പോയി അവരെ മാറി താമസിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ ക്യാമ്പിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ക്യാമ്പുമായി പ്രവർത്തനം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വിവിധ രാഷ്ട്രീയ കക്ഷികളും എല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് ക്യാമ്പ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. മഴ കുറയുന്നതനുസരിച്ച് കുടിയിലെ അവരുടെ സേഫ്റ്റി അനുസരിച്ച് തന്നെ അങ്ങോട്ട് മാറ്റി പുനഃസ്ഥാപിക്കുന്ന നടപടി ആരംഭിക്കുന്നതാണ്.